നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തിയ പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഇന്ത്യ. മുൻ പാക് ക്രിക്കറ്റ് താരം ഷോയിബ് അക്തറിന്റെ ചാനൽ ഉൾപ്പെടെയാണ് നിരോധിച്ചത്. ഡോൺ ന്യൂസ്, സമ TV, ജിയോ ന്യൂസ് ഉൾപ്പെടെ 16 ചാനലുകൾക്കാണ് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയത്. ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിന്റെ പേരിലാണ് ഇന്ത്യയുടെ ഈ നടപടി. ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഈ ചാനലുകളിൽ നിരന്തരം പ്രചരണം നടത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഈ ചാനലുകൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതായും സാമുദായിക സംഘർഷം സൃഷ്ടിച്ചതായും ആരോപണമുണ്ട്. ഇന്ത്യക്കും ഇന്ത്യൻ സൈന്യത്തിനും ദേശീയ സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനപരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് നിരോധനം നടപ്പിലാക്കിയത്. ഡോൺ ന്യൂസ്, സമ TV, ARY ന്യൂസ്, ബോൾ ന്യൂസ്, ജിയോ ന്യൂസ്, റാഫ്താർ, സുനോ ന്യൂസ് എന്നിവയുൾപ്പെടെ ഏകദേശം 63 ദശലക്ഷം ആളുകൾ പിന്തുടരുന്ന ചാനലുകൾ ഇന്ത്യയിൽ നിരോധിക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ഇർഷാദ് ഭട്ടി, അസ്മ ഷിറാസി, ഉമർ ചീമ, മുനീബ് ഫറൂഖ് തുടങ്ങിയ മാധ്യമപ്രവർത്തകരുടെ സ്വകാര്യ യൂട്യൂബ് ചാനലുകളും ഇന്ത്യൻ ഉപയോക്താക്കൾക്കായി നീക്കം ചെയ്തിട്ടുണ്ട്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി ഗ്രാമങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. ബാരാമുള്ളയിലെ ഇന്ത്യ പാക് അതിർത്തി ഗ്രാമങ്ങളിൽ സൈനിക വിന്യാസം ശക്തമാക്കി. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമവാസികളിൽ പലരെയും മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കാനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കൊപ്പമുണ്ടായിരുന്നവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് NIA. ഇവരെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കും. ഇതിന്റെ ഭാഗമായി കേരളത്തിലടക്കം സംഘം എത്തുമെന്നാണ് വിവരം.